ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജസ്റ്റ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉമ്മ എല്ലാവർക്കും ചായ കൊടുക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന, അല്ലാണ്ട് വേറെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേ ഗേളിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഈ വീട്ടിൽ സർപ്രൈസ് ഒരുക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇയാളുടെ ഏട്ടത്തിയാണ് മിൻസ. അധികം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മിൻസ എന്നാണ് പേര്. അപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേ, അവളുടെ 9th ബർത്ത്ഡേ ആണിത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 9th ബർത്ത്ഡേ ആയതുകൊണ്ട് 9 ഗിഫ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ലൈക്ക് ഒരു ഗിഫ്റ്റ് ഇങ്ങനെ നമ്മൾ ഒരു ട്രഷർ ഹണ്ട് മാതിരി ഓരോരു സ്ഥലത്ത് വെച്ചിട്ട് ഓരോരു ക്ലൂ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അവളായിട്ട് ആ സാധനങ്ങൾ എടുത്ത് ഒരു ജസ്റ്റ് ഒരു ചെറിയ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഫുൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത്, ഇപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ക്ലൂസൊക്കെ സെറ്റ് ചെയ്ത്, ഇങ്ങനെ ഓരോരോ ക്ലൂസ് അന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്, ഗിഫ്റ്റൊക്കെ 9 ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഓരോരോ സ്ഥലത്ത് നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കാം അല്ലേ? അപ്പോൾ ഇതിവിടെ ഫുൾ സെറ്റാണ്. നമ്മൾ ഇനി ഇത് ഒളിപ്പിച്ച് വെക്കാൻ പോകുന്നത് അല്ലേ ഇനയ? യെസ്. അപ്പോൾ നമ്മുടെ തീമിന് ഇതാ, ജസ്റ്റ് നമ്മൾ അവൾക്ക് എന്താ പറയുക, അവളുടെ കേക്കിൻ്റെ തീമിനനുസരിച്ചൊന്ന് ജസ്റ്റ് സെറ്റാക്കിയതാ. പിന്നെ ക്ലൂസ്. ഓക്കെ, ഫസ്റ്റത്തെ ക്ലൂ ഞങ്ങൾ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ബാക്കി അവൾ ഓരോരോ പ്ലേസിൽ നിന്ന് ഓരോരോ ഇതെന്താ ഗിഫ്റ്റ് എടുക്കുമ്പോൾ അവൾക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലേ ഇനു? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? യെസ്. അപ്പോൾ ഫുൾ സെറ്റായി. നമ്മളെല്ലാ സാധനങ്ങളും ഓരോരോ സ്ഥലത്ത് വെച്ച് അതിൻ്റെ ക്ലൂ ഒക്കെ അതിൻ്റെ കൂടെ വെച്ച് സെറ്റ് ചെയ്ത്, ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഇനിയിപ്പോൾ അവൾ വരും, ഞാൻ അവൾക്കൊരു ക്ലൂ അവളുടെ കയ്യിൽ കൊടുക്കും. പിന്നെ അത് തപ്പിപ്പോകുമ്പോൾ ബാക്കിയുള്ള ക്ലൂസൊക്കെ അവൾക്ക് ഓരോരു ഗിഫ്റ്റുള്ള സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്ന അല്ല. ഒരു ഗിഫ്റ്റ് ഞങ്ങൾ വെച്ചത് ഇതാ ഇതിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ പിന്നെ വേറെ ഓരോ സാധനങ്ങൾ പിന്നെ അത് കണക്ട് ചെയ്ത് ഒരെണ്ണം ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ കേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കേക്ക് അതിൻ്റെ അടുത്തുണ്ട് അവളുടെ ക്ലൂ. പിന്നെ നമ്മൾ ഒരെണ്ണം ഇതാ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലുണ്ട്, അതിൻ്റെ ക്ലൂ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഇത് കേട്ടൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഉമ്മ, മിൻസക്ക് എന്നാ നമ്മളിന്ന് കൊടുക്കുന്നേ? ആ അതോ പൊട്ടിച്ച് എനിക്കൊരു ക്ലൂ തരും. എന്താ തരാ? കുളു തരും. മിൻജുവാ, നീ എന്തെങ്കിലും ഒന്നിന് എനിക്കൊരു ക്ലൂ തരും. അവിടെ എനിക്ക് ഒരു സാധനം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് വേറൊരു ക്ലൂ കിട്ടും. അപ്പം അത് തപ്പി പോകണം. മൊത്തം ഈ തന്നെ കണ്ടുപിടിക്കണം. കുറച്ച് സാധനം നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്ലൂ തരട്ടെ? മിൻജു, അപ്പോൾ ഫസ്റ്റത്തെ ക്ലൂ ആണ് ഇത്. എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ നോക്ക്. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. I am where you
your head is night. Look below for your first delight. എന്നുവെച്ചാ നിന്റെ എപ്പോഴും നിന്റെ ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ഉറങ്ങുമ്പോ അതിന്റെ അടിയില് ബിലോ എവിടെയാ 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 നെക്സ്റ്റ് പറഞ്ഞെടുക്ക്. അപ്പൊ നെക്സ്റ്റ് ക്ലൂ കിട്ടിട്ടോ. എന്താ വായിക്കും മിഞ്ചു? I am cold and full of tasty treats. Find me where you grab your sweets. എവിടെയാ അതെവിടെയാ? ഫസ്റ്റ് വായിക്ക്. I am cold. ഞാൻ വിളിക്കും. കോൾഡ് കോൾഡ് അതെവിടെയാ? തലക്ക് എവിടെയാ? കിട്ടിയാ? നെക്സ്റ്റ് എന്താ? വായിക്ക്. ഫ്രിഡ്ജ് and dance with the winds blow. Look behind me for your next blow. വായിക്ക്. എവിടെയാ വിൻഡ്? എവിടെ വരാ? വിൻസ് ബ്ലോ. കാറ്റ് എവിടുന്ന വരാ? വിൻഡോ. ഏതെല്ലാം വിൻഡോ നോക്കിക്കോ. എല്ലാ വിൻഡോ നോക്കിക്കോ. ഇതൊന്നും കാണില്ലേ? വിൻഡോ ഇതൊന്നും കാണില്ലേ? ഏതെല്ലാം വിൻഡോ കാണാൻ പറ്റുമോ? കർട്ടനുള്ള വിൻഡോ. എല്ലാ വിൻഡോനും കർട്ടനുണ്ട്. പക്ഷെ കർട്ടൻ ഇല്ലത്തിട്ട് താത്തി. ഇല്ല എന്താ അടുത്ത ക്ലൂ? എന്താ വായിക്ക്. I have 4 legs, but I can't run fast. Look below where meals air pass. എന്നിട്ട് ആർ പാസ്റ്റ്. അപ്പൊ എന്താ മീൽസ് എന്ന് പറഞ്ഞ എന്താ? ഫുഡ്. Putta. 4 കാലുണ്ട്. ഫുഡ് എവിടുന്ന് കഴിക്കുക? ഫുഡ് കഴിക്കുക. എന്താ ഇനി എത്ര ഗിഫ്റ്റ് കിട്ടി വിൻസോ? ഇപ്പോ എല്ലാവരും പോയി. എത്ര ഗിഫ്റ്റ് കിട്ടി? 4 ആയില്ല. അത്രാമത്തെ ക്ലൂ അതിന്റെ മുകളിൽ ഉണ്ടാവല്ലോ. അത് വായിക്ക്. ഇപ്പം കിട്ടിയ ക്ലൂ വായിക്ക്. നെക്സ്റ്റ് വായിക്ക്. ഞാൻ വായിച്ചെന്നാ. എന്താ? Spin and clean your clothes. So neat. Open my door for your next treat. മനസ്സിലായ എന്താ? മീൻസ് എന്താന്നാ മനസ്സിലായി എനിക്ക്. ലൈറ്റ് കേട്ടോ, ലൈറ്റ് കേട്ടോ. അടുത്ത ക്ലൂ എന്താ?
അടുത്ത ക്ലൂ എന്നാ? അതാ ഗുഡ് ഹാബിറ്റ് ഒന്ന് എടുത്തതുപോലെ വെക്കുന്നത്. വാ മോള് വാ. ഗുഡ് ഹാബിറ്റ്. ശരി. എത്ര ഗിഫ്റ്റ് ആയി ഇപ്പൊ? കേക്കും കൂടിയിട്ട്. I hold all your Favorite things to play and check me out to brighten your day. ഇത് ഇവിടെ ആദ്യന്റെ കളിക്കുന്ന സാധനം വെക്കുന്ന സ്ഥലം. ആദ്യം പ്രൈസ് ഒക്കെ വെക്കുന്ന സ്ഥലം. ടോട്ടലായ നെക്സ്റ്റ് Clue കിട്ടി. ഇത് കുറെ ഉള്ള പോലെ ഉണ്ടല്ലേ. I help you find your favorite show. I am near a device you already know. I help you to find your favorite things. Favorite shows ഒക്കെ കാണുന്ന സ്ഥലം ഏതാ? A device you already know. Favorite show ഒക്കെ എവിടുന്നാ കാണാ? TV. ആ നോക്ക്. നോക്കി നോക്ക്. അതിന്റെ മോളിലാ. അവളെ പൊക്കി കൊടുക്കേ. ഒരേലൊരു ആൺകുട്ടി ക്ലൂ വായിച്ചോ? ക്ലൂ വായിച്ചോ? Turn the pages to find me her in a place with the Stories you hold dear. Pages, books. Your journey ends with something sweet. Find me where we all need to eat. എത്ര കിട്ടി ഇപ്പോ? കേക്ക് എടുത്തോ. മിൻസു എത്ര കിട്ടി ഗിഫ്റ്റ്? ആ ആ ആ ആ മിൻസുന് എത്ര വയസ്സായി? എത്ര വയസ്സ്? ആ അപ്പൊ നായൻ ഗിഫ്റ്റ്. ആയിക്കില്ല നിങ്ങൾ പോയി. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Dale. Vinay kodi. Kai aada nalla. Nay matchu. Okay sure. അപ്പോൾ എന്താ നമ്മളെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങാണുള്ളത്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ട് മോൾ ഇൻട്രോ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത്. ഈ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ചെയ്ത് വളരെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കുന്നു. അങ്ങനെയുള്ള ഒന്നുമല്ല, ചെറിയ ചെറിയ കുഞ്ഞു സംഭവങ്ങളെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ അങ്ങനെയൊന്നുമല്ല. എന്നാലും കുട്ടികളെ സന്തോഷിപ്പിക്കുക, അവർക്കൊരു എന്താണ് പറയുക, ഈ ഒരു ദിവസം പണ്ടത്തെ പോലെയല്ലല്ലോ. നമ്മൾ ഇപ്പം ഞാനെല്ലാമാണെങ്കിൽ ഞാൻ ജനിച്ച ദിവസം എൻ്റെ ഉമ്മക്ക് ചിലപ്പോൾ അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. നമ്മുടെ ഒരു ജനറേഷനിലുള്ളതെന്ന് പറയുമ്പോൾ ഒരു 90 കിഡ്സിൻ്റെ ഒക്കെ ആ ഒരു ജനറേഷനിലെന്ന് പറഞ്ഞാൽ പാരൻസിന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും, മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പോലും കറക്റ്റ് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഓർത്ത് വെക്കുന്ന പാരൻസും ഉണ്ടാവാം. നേരെ മറിച്ച് എൻ്റെ ഉമ്മക്കൊന്നും ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തൊന്നും അങ്ങനെ കറക്റ്റ് ഓർമ്മയോ അങ്ങനെ ഓർത്ത് വെക്കുന്നതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ ജനറേഷനിൽ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന കുട്ടികൾക്ക് എന്താണ് കറക്റ്റായിട്ട് അവരുടെ ബർത്ത്ഡേ ഡേറ്റ് ഓർക്കുന്നത്, അവരെ വിഷ് ചെയ്യണം, അവർക്ക് എന്താണ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ വരുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടാണ്ടാവുമ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കടങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ല. വീട്ടിൽ തന്നെ ആവുമ്പം തന്നെ
അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിപ്പിച്ചോട്ടെ എന്ന് അല്ല സന്തോഷിക്കട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതാണ്. കുട്ടികൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. അവർ നമ്മളോടൊപ്പം അവർ നമ്മളില്ലായ്മയെ എല്ലാം അറിഞ്ഞ് തന്നെ വളരണം. അതൊരു സൈഡ് തന്നെ. പക്ഷെ അവർ നമുക്ക് എന്താണ് പറയുക, ഞാൻ ആ ഒരു ദിവസത്തെ അത്രയും എൻ്റെ മക്കളെ എനിക്ക് കിട്ടിയ ആ ഒരു ദിവസം ഞാൻ അങ്ങനെയും ഭയങ്കര വാല്യൂ ആയിട്ട് കണക്കാക്കുന്ന ദിവസം. നമ്മളൊരു പാരൻ്റായിട്ട് മാറുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഇവർ വന്നതോടു കൂടിയാണല്ലോ നമ്മളെ ലൈഫ് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് മാറുന്നത്. ആ ഒരു ദിവസം നമ്മളെപ്പോഴും ഓർത്ത് വെക്കുമല്ലോ. പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഭയങ്കര കാര്യമാണ്. ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻസും കാര്യം ഇവിടെ നമ്മളെ ഉപ്പാക്കാണെങ്കിൽ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുക അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അങ്ങനെ ആഘോഷിക്കുന്നതെന്ന്. പക്ഷേ മക്കളെ സന്തോഷം അതിന് വേണ്ടി മാത്രം ഇങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതിക്കനുസരിച്ചിട്ടുള്ള ആ ഒരു രീതിക്ക്. ഇതിപ്പോൾ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ബാഗ്, ഫാൻസി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് ഇനി അങ്ങോട്ടേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് വേസ്റ്റ് ആകുന്ന ഒരു സംഭവങ്ങളും വാങ്ങിച്ചിട്ടില്ല. എന്തും നമ്മൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ ഒരു കാഴ്ച വസ്തുവായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ വെക്കുന്നൊരു സംഭവങ്ങൾ വാങ്ങിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. കുട്ടികൾക്ക് എന്തും നമുക്കത് ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ, ഡെയിലി നമുക്ക് ആവശ്യമുണ്ടാവും ഫങ്ഷൻസിന് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ചെറിയ പൈസയുടെ കാര്യങ്ങളാണ്. അതിങ്ങനെ പാക്ക് ചെയ്ത് ഓരോ സൈഡിൽ ഒളിപ്പിച്ച് വെച്ച് ഒരു ട്രഷർ ഹണ്ട് മാതിരി ക്ലൂ കൊടുത്ത് അത് കണ്ടുപിടിച്ച് ആ ഒരു കുട്ടികളുടെ സന്തോഷം ഉണ്ടല്ലോ ഭയങ്കരമാണ്. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് കുട്ടികളെ അത്രയും ഹാപ്പിയാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ എനിക്ക് ഇക്ക നാട്ടിലില്ല. മക്കളെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ വരുമ്പോൾ വളരെ ദൂരെ പോകാനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനോ അങ്ങനെയൊന്നും ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ നമുക്ക് എവിടെ പോകാനൊന്നും പറ്റില്ല. കാരണം നമ്മളാളില്ലാണ്ട് നമ്മളെങ്ങനെ പോകാനാ? അത്രയും ദൂരം എനിക്ക് പോയിട്ട് അങ്ങനെ എക്സ്പീരിയൻസും ഇല്ല. എപ്പോഴും എനിക്ക് എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡും ഒക്കെ പോകുമ്പോൾ കൂടുതൽ കംഫർട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാത്തതുകൊണ്ട് തന്നെ മക്കൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ഞാനെല്ലാം എൻ്റെ ചെറുതിൽ പിന്നെ എന്താ പറയുക എവിടെയും പോകാണ്ട് കാരണം നമ്മളൊപ്പം 2 വർഷത്തിൽ ഒരു 6 മന്ത്സേ നാട്ടിൽ വരുള്ളൂ. ആ ഒരു ടൈമിൽ ചിലപ്പോൾ എവിടെയും പോകാനും പറ്റില്ല. നമ്മൾ അടുത്തൊരു ടൗണ് പോലും നമ്മളെ കുട്ടിക്കാലത്ത് കാണാറില്ല. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. ഒന്നാമത് യാത്ര ചെയ്യണം, ഇഷ്ടംപോലെ പുറത്ത് പോകണം. ആ ഒരു സംഭവമേ വേറെ ലെവലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിനിയിപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ ആ ഒരു കാലഘട്ടത്തേക്കും തിരിച്ചു പോകാനും പറ്റില്ല. എന്നാലോ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് കുട്ടികളെ സന്തോഷിപ്പിക്കുക, കുട്ടികളെ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ള ആ ഒരു രീതിക്കാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കിയത്. ഇനിയിപ്പോൾ എവിടെയും പോകാൻ പറ്റാത്ത പാരൻസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്ക് മക്കളുടെ ബർത്ത്ഡേ എല്ലാം വരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിയിട്ടൊന്ന് പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ച് അവർക്ക് പോയിട്ട് എടുക്കാനും അങ്ങനെയുള്ള ഒരു ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാട്ടെ. അവർ ഒരുപാട് സന്തോഷിക്കും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു പ്രവാസി ഭാര്യ ആയതുകൊണ്ട് എനിക്കറിയാം നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നാട്ടിൽ തന്നെ എന്താ പറയുക നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരുമിച്ച് പുറത്ത് പോകാൻ അങ്ങനെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാം ഒത്തു വരണം അല്ലേ, പോകാനുള്ള ആൾ വേണം, ചിലവാക്കാനുള്ള പണം വേണം, ഒക്കെ കൂടി വേണം. ഒരു ബർത്ത്ഡേ വർഷം നമുക്കിങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ അതിന് അത്രമാത്രം നമുക്കിപ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഓരോരുത്തരനുസരിച്ച് ഓരോരുത്തർ പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം നമ്മൾ മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുക. കുട്ടികൾക്കാലും അവരുടെ കുഞ്ഞു മനസ്സാണ്, അവർക്ക് വേഗം വേദനിക്കും നമ്മളെ പ്രശ്നങ്ങളും. ഇവരൊക്കെ കുഞ്ഞു കുട്ടികളല്ല, കുറച്ചൊരു പക്വത എത്തിയൊരു 10ാം ക്ലാസ് ഒരു 8, 7, 9 ആ ഒരു ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് ഒരു ഇല്ലായ്മയും വല്ലായ്മയെല്ലാം കുട്ടികളെ അറിയിച്ച് വളർത്താം. പക്ഷേ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കളല്ല, അവർക്ക് ഒന്നും അറിയില്ലല്ലോ. അവരെ മനസ്സ് വേദനിപ്പിക്കാണ്ട് അവരെ മാക്സിമം നമ്മൾ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയൊരു പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കുട്ടികളടുത്ത് ചെയ്ത്. ശരിക്കും ഇതെൻ്റെ മോളുടെ ഒരു ഐഡിയ ആണ് കേട്ടോ, ആദിയുടെ ഐഡിയ ആണ്. ഇങ്ങനെ നമുക്ക് മിൻസാനെ മാക്സിമം ഹാപ്പി ആക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് ഭയങ്കര ഡയമണ്ടിൻ്റെ നെക്ലേസോ അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം കുഞ്ഞു ഫാൻസി ഐറ്റംസാണ് നമ്മൾ ഗിഫ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ബഡ്ജറ്റിനുള്ളിൽ നമുക്ക് അവളുടെ മനസ്സും ആ സമയത്ത് അവൾക്ക് ഓരോ ഗിഫ്റ്റ് പാക്കറ്റ് എടുക്കുക. ഞാനിങ്ങനെ അവിടെ ഫേസാണ് ശ്രദ്ധിക്കുന്നത്. എന്തൊരു സന്തോഷമായിരുന്ന, എന്തോ സംഭവം നമ്മൾ കൊടുക്കുന്ന പോലത്തെ ഒരു പ്രതിനിധിയാണ് അവരുടെ മുഖത്ത്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഹാപ്പി. ഇത്രയും ചെറിയൊരു പാക്കിങ് കൊണ്ട് നമുക്ക് കിട്ടിയത് വലിയൊരു റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളെ വീട്ടിലിങ്ങനെ കുട്ടികളെ ബർത്ത്ഡേ എല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ അവിടെ ഇവിടെ ഒക്കെ മാറ്റി വെച്ച് മക്കളോട് എടുക്കാൻ പറഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. ആ ഒരു മൊമെൻ്റ് ആ കുട്ടികൾ എപ്പോഴും ഓർക്കുകയും ചെയ്യും.
നമ്മളെ മക്കൾ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കണമല്ലോ. നമുക്കങ്ങനെ അവർ എന്താണ് ഈ ചെറിയ പ്രായത്തിൽ അവർ നമ്മളോടൊപ്പം ചേർത്ത് തന്നെ നമ്മൾ പിടിക്കണം. കാരണം ഒറ്റപ്പെടുത്തി ചിലപ്പോൾ അവരുടെ ഭാഗത്ത് ഒരുപാട് കുറച്ചുകൂടി വലുതായാലും കുറേ മിസ്റ്റേക്സ് എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ടീനേജ് ആയാലും കുഞ്ഞു മക്കളായാലും അവരെ നമുക്കങ്ങ് അകറ്റി നിർത്താൻ പറ്റില്ല, കൂടെ ചേർത്ത് നിർത്തിയേ മതിയാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി തന്നെ കാര്യങ്ങളൊക്കെ നടന്ന് ഇൻഷാ അല്ലാഹ് നല്ല വിശേഷമായി വീണ്ടും വരാം.